അഡ്വക്കേറ്റ് ബി രാമൻപിള്ള നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് അഡ്വക്കേറ്റ് പി രാമൻപിള്ളയുടേത്. കേസിന്റെ ആദ്യ നാളുകളിൽ ജാമ്യം പോലും കിട്ടാതെ 90 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നിരുന്നു ദിലീപിന്. ആ സമയത്താണ് രാമൻപിള്ള ഈ കേസ് ഏറ്റെടുക്കുന്നത്. കേസ് ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ ശ്രമത്തിൽ തന്നെ ദിലീപിനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് തുടങ്ങിയതാണ് രാമൻപിള്ളയുടെ ചൈത്രയാത്ര. ദിലീപിന് വേണ്ടി ആദ്യം കേസ് വാദിച്ചിരുന്നത് മറ്റൊരു വക്കീലായിരുന്നു. ദിലീപിന്റെ കൂട്ടുകാരും കുടുംബക്കാരും കേസ് വാദിക്കാൻ വേണ്ടി രാമൻപിള്ളയെ സമീപിച്ചെങ്കിലും അദ്ദേഹം നോ പറയുകയായിരുന്നു. കാരണം എന്തായിരുന്നെന്ന് വെച്ചാൽ കാവ്യ മാധവന്റെ മുൻ ഭർത്താവിന് വേണ്ടി കേസ് വാദിച്ചിരുന്നത് രാമൻപിള്ളയായിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപിന് വേണ്ടി കേസ് വാദിക്കാൻ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ദിലീപിന്റെ കുടുംബം മറ്റൊരു വക്കീലിനെ ഏർപ്പാടാക്കുന്നത്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ദിലീപിന് ജാമ്യം കിട്ടാതായതോടെ കൂട്ടുകാരും കുടുംബവും വീണ്ടും രാമൻപിള്ളയെ കാണാൻ വേണ്ടി ചെന്നു. ദിലീപിന്റെ കുടുംബക്കാരുടെ കണ്ണീര് കണ്ടിട്ടാണ് താൻ ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായതെന്ന് രാമൻപിള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം അങ്ങനെ കേസ് ഏറ്റെടുത്തു, ജാമ്യ ഹർജി നൽകി. ആദ്യ ശ്രമത്തിൽ തന്നെ ദിലീപിന് ജാമ്യവും കിട്ടി. പിന്നീട് അതിനുശേഷം ദിലീപിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴിതാ കുറ്റവിമുക്തനാക്കപ്പെടുകയും ചെയ്തു. കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം രാമൻപിള്ളയെ കാണാൻ ചെന്ന ദിലീപ് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും കാലിൽ തൊട്ട് വന്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ വൈറലാണ്. നമുക്കതൊന്ന് കണ്ടോക്കാം. സ്വാഭാവികം, തന്റെ ജീവൻ രക്ഷിച്ച ആളാണ് ഇരിക്കുന്നത്. കാലിൽ തൊട്ട് വണങ്ങിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്തായാലും ഇതിനുശേഷം രാമൻപിള്ള മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കാം. സത്യത്തിനും നീതിക്കും ന്യായത്തിനും ചോദിച്ച ജഡ്ജിമെന്റ് ഇതെല്ലാം വേറെ വിധി അതിനകത്ത് ഒക്കത്തില്ല. തീർച്ചയായിട്ടും പോകില്ല. അപ്പീൽ ഹൈക്കോടതിയിലെ സുപ്രീം കോടതി പോകും, അതിനപ്പുറം കൂടെ അവിടെ പോകും. കള്ളത്തിൽ കൊണ്ട് മാത്രമേ കേസ് ജയിക്കാൻ നോക്കൂ. അതാണ് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഇനി അതിനപ്പുറമുള്ള ഏത് കോടതിയിൽ പോയാലും ദിലീപിനെ പുഷ്പം പോലെ രക്ഷിച്ചെടുക്കുമെന്നാണ് രാമൻപിള്ള പറയുന്നത്. ഈ വയസ്സാം കാലത്ത് ഇദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ കുറിച്ച് പറയാതെ വയ്യ. കഴിവുണ്ടല്ലോ, അപ്പൊ പിന്നെ ആത്മവിശ്വാസവും ആവാലോ അല്ലെ. താൻ എപ്പോഴും സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രമേ നിലകൊണ്ടിട്ടുള്ളൂ എന്നും ഈ കേസ് ദിലീപിനെതിരെ കെട്ടിച്ചമച്ചതാണെന്നും അതുകൊണ്ടാണ് താൻ ഈ കേസ് ഏറ്റെടുത്തതുമെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. സംഭവമൊക്കെ ശരിയാണ്, നിങ്ങൾ കേസൊക്കെ ജയിച്ചു. പക്ഷെ അതിനു വേണ്ടി ഇങ്ങനെ തള്ളി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യത്തിനും നീതിക്കും മാത്രമേ നിലകൊണ്ടിട്ടുള്ളൂ എന്ന് ഒരു വക്കീലായ നിങ്ങൾക്ക് നെഞ്ചത്ത് കൈ വെച്ച് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. ഈ വിധി പ്രതീക്ഷിച്ചിരുന്നോ? വിധി ന്യായമായിട്ട് വിധി ഉണ്ടായി പ്രതീക്ഷിച്ചത്, അല്ലാതെ അതിന് വേറെ വിധി നടക്കാൻ പ്രയാസമാണ്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അവർ പറയുന്നവരെല്ലാം ശിക്ഷിക്കണം. അവരല്ലല്ലോ പറഞ്ഞു ദിലീപിൻ്റെ കാര്യം. ദിലീപിനെ പ്രതിയാക്കിയ ശേഷമല്ലോ ഉണ്ടാക്കുന്നത്. അത് അവർ 5 സ്റ്റേറ്റ്മെൻറ്റുണ്ട്. ആദ്യം ഒരു കേസും ഇല്ല. പിന്നെ ചില അറിയാത്ത കാര്യങ്ങളുണ്ട്. ഈ അമ്മയുണ്ട്, ഏറ്റവും അടുത്ത കൂട്ടുകാരി രമ്യ നമ്പീശൻ, പിന്നെ ഫിയാൻസി, അവരുടെ എല്ലാം പോലീസിൽ ഏർപ്പെടുത്തിയ മൊഴി കോടതിയിലുണ്ട്. അമ്മയെ വിസ്തരിച്ചില്ല, രമ്യ നമ്പീശനെ വിസ്തരിച്ചു, മറ്റേ വിസ്തരിച്ചു. ആ മൊഴികളിലെല്ലാം അതെ ഇതൊക്കെ സിനിമയിലോ അല്ലാതെയോ ഒരു ശത്രുക്കളില്ലെന്ന് പറഞ്ഞേക്കുന്നത് അവരുടെ അറിവിൽ. പിന്നെ എങ്ങനെ ശത്രു വന്നില്ല? വക്കീല് പറഞ്ഞ മനസ്സിലായോ? ആക്രമിക്കപ്പെട്ട് നടിക്ക് നീതി ലഭിച്ചു എന്ന് കരുതുന്നുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് തീർച്ചയായും നീതി ലഭിച്ചിട്ടുണ്ട്. അവർ ആഗ്രഹിക്കുന്ന എല്ലാവരും പ്രതിയാക്കാനും ശിക്ഷിക്കാനും കഴിയില്ലല്ലോ എന്നാണ് വക്കീല് മറുപടി പറഞ്ഞത്. അതുപോലെ ദിലീപിന്റെ പേര് നടി എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുകയാണെന്നും വക്കീല് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. 2017 ഫെബ്രുവരി 17 രാത്രിയാണ് നടി ആക്രമിക്കപ്പെടുന്നത്. അന്ന് തന്നെ പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. ദിലീപ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കുമെന്ന് നടി മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ആദ്യം ദിലീപിന്റെ പേര് പറയാതിരുന്നത്. ദിലീപിന്റെ പേര് ഈ കേസിലേക്ക് വരുന്നത് തന്നെ എപ്പോഴാണെന്ന് എല്ലാവർക്കും അറിയാലോ. പൾസർ സുനിയുടെ സഹതടവുകാരായിട്ടുള്ള 2 പേർ ചേർന്ന് തന്നോട് 2 കോടി രൂപ ആവശ്യപ്പെട്ട് കത്തെഴുതിയെന്നും പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ നടിയെ ആക്രമിച്ച കേസിൽ തനിക്കും പങ്കുണ്ടെന്ന് വരച്ച് തീർക്കുമെന്നും പറഞ്ഞു എന്നും ആരോപിച്ചുകൊണ്ടാണ് ദിലീപ് ആദ്യം കേസ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ദിലീപിന്റെ പേര് ഈ കേസിലേക്ക് വരുന്നത്. അന്വേഷണം ആ വഴിക്ക് നീങ്ങുന്നതും ഒടുവിൽ പോലീസ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ അതുവഴിയാണ്. അല്ലാതെ ദിലീപ് തന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് നടി ഒരിക്കലും വിചാരിച്ചു കാണില്ല. കാരണം കാവ്യമായിട്ടുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞു എന്നുള്ളതാണല്ലോ ദിലീപിന് നടിയോട് വൈരാഗ്യം തോന്നാനുള്ള
കൊടുക്കാനുള്ള കാരണമായി പറയുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ദിലീപും മഞ്ജുവും വിവാഹമോചിതരായിരുന്നു. മാത്രമല്ല ദിലീപ് കാവ്യയെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ നടിയോട് ദിലീപിന് വൈരാഗ്യം തോന്നാനുള്ള എല്ലാ കാരണങ്ങളും മുമ്പ് തന്നെ കെട്ടടങ്ങിയതാണ്. എല്ലാം അവസാനിച്ച് ഇത്രയും കാലം കഴിഞ്ഞ ശേഷം അതിനെ പകം വെച്ച് ദിലീപ് തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആ നടി സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. അത് തന്നെയാണ് കേസ് കൊടുത്ത സമയത്ത് ദിലീപിന്റെ പേര് പറയാതിരുന്നത്. അതുപോലെ ശത്രുക്കൾ വല്ലതും ഉണ്ട് എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയായിരിക്കും. പക്ഷെ സിനിമാ മേഖലയിലുള്ള പലരും പണ്ട് തൊട്ടേ ദിലീപിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ദിലീപിന്റെ പകയെ കുറിച്ചാണ്. ദിലീപിന് ആരോടെങ്കിലും പക തോന്നിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അയാൾ ആ പക വീട്ടിയിരിക്കും എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ദിലീപിന്റെ ഈ പകയും നടിയെ ആക്രമിച്ച സമയവും സന്ദർഭവും നിങ്ങളൊന്ന് ചേർത്ത് വെച്ച് നോക്കൂ. ആക്രമിക്കപ്പെട്ട നടിയുടെ വിവാഹം ഏകദേശം ഉറപ്പിച്ച സമയമായിരുന്നത്. ആ സമയത്ത് തന്നെയാണ് ആൾ കൊട്ടേഷൻ കൊടുത്ത് പൾസർ സുനിയോട് നടിയെ ആക്രമിക്കാൻ പറയുന്നത്. അതിനോടൊപ്പം എൻഗേജ്മെന്റ് റിംഗ് കാണുന്ന തരത്തിൽ നഗ്നമായ ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെടുന്നത്. അതായത് ഈ നഗ്ന ഫോട്ടോ ഉപയോഗിച്ച് നടിയുടെ വിവാഹം മുടക്കണമെന്നായിരുന്നു കൊട്ടേഷൻ കൊടുത്ത ആളുടെ ഉദ്ദേശം എന്ന് വ്യക്തമായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും നടി അഴിഞ്ഞാടി നടക്കുകയാണ് എന്ന് എൻഗേജ്മെന്റ് റിംഗ് കാണുന്ന ഈ നഗ്ന ഫോട്ടോ കാണിച്ച് നടിയുടെ ഭാവി വരനെ അറിയിക്കുകയും അതുവഴി ആ കല്യാണം മുടക്കുക എന്ന് തന്നെയായിരുന്നു കൊട്ടേഷൻ കൊടുത്ത ആളുടെ ലക്ഷ്യം എന്ന് വ്യക്തമാണ്. കാവ്യയുമായിട്ടുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞു കൊടുത്ത് തന്റെ വിവാഹ ജീവിതം നശിപ്പിച്ച നടി ഇനി അങ്ങോട്ട് വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കേണ്ട എന്നത് തന്നെയായിരുന്നു കൊട്ടേഷൻ കൊടുത്ത ആളുടെ ഉദ്ദേശമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ പിന്നെ രാമൻപിള്ള പറയുന്ന പോലെ ദിലീപിനെതിരെ നടി ആദ്യം പരാതിപ്പെട്ടിരുന്നില്ല. പിന്നീട് ആരൊക്കെയോ ചേർന്ന് ഗൂഢാലോചന നടത്തി ദിലീപിനെ കേസിൽ കൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. എന്തായാലും വാക്കിലൂടെ കേട്ടോ. പോലീസിന് മൊഴി നൽകിയവരെ കൂറുമാറിയ കേസിന് അനുകൂലമായിരുന്നു. കൂറുമാറി എന്ന് പറഞ്ഞാൽ കള്ളമൊഴി പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയൊന്നും സത്യമല്ലല്ലോ. ഒരു മൊഴി രേഖപ്പെടുത്താൻ കേസിന് ആവശ്യമായിട്ട് മൊഴി രേഖപ്പെടുത്തു, അത് സപ്പോർട്ട് ചെയ്തിരുന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് മൊഴി മാറി പ്രോസിക്യൂട്ടർ സാക്ഷിയിട്ടുണ്ട്. ഈ ആദ്യ ചാർജ് കൊടുത്ത DYSP, അതിൽ FI സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയ CI, അതിലാദ്യം ഇവരെ കണ്ട തൃക്കാക്കര ACP, അവരുടെ എല്ലാം മൊഴി മാറ്റിച്ചാണ് കോടതി മൊഴി പറയിപ്പിച്ചത്. അവരുടെ എല്ലാം മുൻമൊഴികളുണ്ട്. അങ്ങേർക്കൊന്നും അറിയില്ലല്ലോ. അങ്ങേരെ കൊണ്ട് എന്ത് മൊഴി പറയാനാ? അങ്ങേർക്ക് എന്ത് മൊഴി പറയാനാ പി.ടി. തോമസിന്? കേസ് ദിലീപിലേക്ക് എത്തിക്കാൻ പ്രത്യേകമായ എന്തെങ്കിലും ഗൂഢാലോചന നടന്നു തോന്നുന്നു? തീർച്ചയായിട്ടും ഇല്ലേ. കേസിന് മൊത്തം ഞാൻ കേസ് നടത്തിയ ആളല്ലേ, മൊത്തം വായിച്ച എനിക്കറിയാം. എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാൻ നോക്കിയില്ല. എനിക്ക് എൻ്റെ ഊഹങ്ങളല്ല, നമുക്ക് തെളിവൊന്നുമില്ലല്ലോ. അതാലോചിക്കാം. ജഡ്ജ്മെന്റ് കാണട്ടെ. ഒരു സീനിയർ ഉദ്യോഗസ്ഥയ്ക്ക് പങ്കുണ്ടെന്ന എൻ്റെ ഒരു വിശ്വാസം, തെളിവുണ്ട്. ദിലീപിനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വിചാരിക്കുന്നത്? ആദ്യഘട്ടത്തിൽ അവസാനം വരെ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അവരുടെ പങ്ക് ഞാൻ പരമായിട്ട് സംശയിക്കുന്നുണ്ട്. ഓക്കെ, തനിക്കെതിരെ ഗൂഢാലോചന നടത്താൻ നേതൃത്വം കൊടുത്തത് ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥയാണ് എന്ന് കോടതി വിധി വന്നതിന് ശേഷം ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതേ കാര്യം തന്നെയാണ് ഇപ്പൊ വക്കീലും ആവർത്തിക്കുന്നത്. അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ ഇവിടുത്തെ ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനും നിയമത്തിനും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആര് ഗൂഢാലോചന നടത്തി, ആർക്ക് വേണ്ടി നടത്തി, എന്തിനു വേണ്ടി നടത്തി? ഇത്രയും കാലം ദിലീപിനെ വെറുതെ ക്രൂശിക്കുകയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും. പക്ഷെ ഞാനതല്ല ആലോചിക്കുന്നത്. ഇത്രയും ഗൂഢാലോചന തനിക്കെതിരെ നടന്നിട്ടും ദിലീപ് എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് എന്നുള്ളതാണ്. തന്റെ ജീവിതം തന്നെ തുലച്ചൊരു കേസാണിത്. അത് കെട്ടിച്ചമച്ചതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ദിലീപ് കേസ് കൊടുക്കേണ്ടതല്ലേ എന്നാണ് എന്റെ ചോദ്യം. രാമൻപിള്ളയെ പോലെ ഒരു വക്കീലുണ്ടെങ്കിൽ കേസ് അടിപൊളിയായിട്ട് കോടതിയിൽ വാദിക്കുകയും ചെയ്യാമല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ദിലീപ് അതിന് തയ്യാറാവാത്തത്? അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ സംശയമുള്ളവർക്കെതിരെ കേസ് കൊടുക്കാനുള്ള ധൈര്യവും ആർജവും ദിലീപ് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വക്കീലിന് പറയാനുള്ളത് വാക്കിലൂടെ കേട്ടോക്കാം. അതെല്ലാം ജഡ്ജ്മെന്റ് കണ്ടു പറയാം. ജഡ്ജ്മെന്റ് നിങ്ങൾ ആലോചിക്കുക, ഒരു കേസിൻ്റെ അന്വേഷണം കഴിച്ച് പ്രസ്ഥാനം 200 സാക്ഷി വിസ്തരിച്ച് കഴിഞ്ഞിട്ട് വേറൊരു ക്രൈം രജിസ്റ്റർ ചെയ്യുക, ക്രൈം നമ്പർ 6 എന്ന് പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥ പരാതിക്കാരനായിട്ട് ദിലീപ് കൊല്ലാൻ കൂടാനാണ് ഒരു കാര്യമില്ലാതെ ഒരു കേസ് കൊണ്ടുപോകും. ഒരു കാര്യം, എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു തെളിവിലൊരു മെമ്മറി കാർഡ് ഉണ്ടാക്കണം. മെമ്മറി കാർഡ് ഒരു റിക്കവറി നടത്തിയേ ഒക്കത്തുള്ളൂ. റിക്കവറി നടത്താൻ പ്രത്യേക കസ്റ്റഡി എടുക്കണം. അതിനുവേണ്ടി ദിലീപിൻ്റെ അമ്മ, പ്രായമായ അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പ്രതിയെ കൊണ്ട് ക്രൈം രജിസ്റ്റർ ചെയ്തു. എന്തുണ്ടായ കേസിന് അന്ന് രജിസ്റ്റർ ചെയ്ത് ഇപ്പം ഇല്ല, 3 കൊല്ലം കഴിഞ്ഞു. ഒരു അന്തിമ റിപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഒറ്റ ഉദ്ദേശം, ദിലീപിനെ അല്ലെങ്കിൽ ആരെങ്കിലും കസ്റ്റഡി എടുത്തിട്ട് ബൈജ പോലീസിൻ്റെ ഇതിൻ്റെ കോപ്പിയുണ്ട്, പെൻഡ്രൈവ് ഉണ്ട്. അന്ന് ഞാൻ പെറ്റീഷൻ കൊടുത്തു. ആ പെൻഡ്രൈവ് കോടതി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് വെച്ചേക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടി കേസെന്നും പറഞ്ഞ് ജില്ലാ കോടതി പെറ്റീഷൻ കൊടുത്തു. പക്ഷെ ഹാജരാക്കിയില്ല. അതിനുവേണ്ടി മാത്രം കേസ് ഉണ്ടായി. പിന്നൊന്നും നടന്നില്ല. സാറിന് തോന്നുന്നത് ഈ കേസിലെ ഗൂഢാലോചന എവിടെ നടന്നിരിക്കുന്നത്? അത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇതല്ലേ കാരണം ഈ അതിജീവിതയ്ക്ക് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട പ്രതികളുമായി വ്യക്തിവിരോധം ഉള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാനുണ്ട്.
ഓക്കെ, ദിലീപിനെ വെറുതെ വിട്ടുവെന്ന വിധി വന്നതിന് ശേഷം എല്ലാവർക്കും തോന്നിയ രണ്ട് സംശയങ്ങൾ തന്നെയാണ് ഇവിടെ മാധ്യമ പ്രവർത്തകർ അഡ്വക്കേറ്റ് പി രാമൻപിള്ളയോട് ചോദിച്ചത്. ഒന്ന്, ഈ കേസിൽ എന്ത് ഗൂഢാലോചനയാണ് നടന്നത്, ആരാണ് ഗൂഢാലോചന നടത്തിയത്? മറ്റൊന്ന്, ആരും കൊട്ടേഷൻ കൊടുക്കാതെ നടിയെ ആക്രമിക്കാൻ മാത്രം എന്ത് വ്യക്തിവൈരാഗ്യമാണ് പൾസർ സുനിക്കും കൂട്ടർക്കും നടിയോടുള്ളത് എന്ന്. ഈ രണ്ട് ചോദ്യങ്ങൾക്കും വക്കീലിന് മറുപടി ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഈ കേസോടെ രാമൻപിള്ള വീണ്ടും വലിയ പ്രശസ്തനായി മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓൾറെഡി കുപ്രസിദ്ധമായ പല കേസുകളിലും അപ്പിയർ ചെയ്ത് പ്രശസ്തനായ വ്യക്തിയാണ് ഇദ്ദേഹം. കേരളത്തിൽ കോളികൾക്ക് സൃഷ്ടിച്ച TP വധക്കേസിൽ പ്രതികളുടെ ഭാഗത്തു നിന്നും ഹാജരായ ഇദ്ദേഹമായിരുന്നു. അതേപോലെ ബിഷപ്പ് ഫ്രാങ്കോ കന്യക സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന കേസിൽ ഫ്രാങ്കോക്ക് വേണ്ടി ഹാജരായി അയാളെ രക്ഷിച്ചതും രാമൻപിള്ള തന്നെയായിരുന്നു. ഒടുവിൽ ദിലീപിനെ രക്ഷകനായും രാമൻപിള്ള തന്നെ അവതരിച്ചു. ഗോവിന്ദസ്വാമിക്ക് വേണ്ടി കേസ് വാദിച്ച അഡ്വക്കേറ്റ് ആളൂരുമായിട്ടാണ് ഇപ്പൊ പലരും രാമൻപിള്ളയെ കമ്പയർ ചെയ്യുന്നത്. ഇദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തകളുടെ കമന്റ് ബോക്സ് മുഴുവനും തെറിവിളികളാണ്. ആളൂരിനെ പോലും നിങ്ങളും പോയിത്ത് ചാവുമെന്ന് കമന്റ് ചെയ്ത ആളുകളുണ്ട്. എന്തായാലും അതൊരു വഴിക്ക് നടക്കും. മറ്റൊരു വശത്ത് രാമൻപിള്ള കൂടുതൽ പ്രശസ്തനായിക്കൊണ്ടിരിക്കും. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കാണാം.